തൃശൂർ ഞാനിങ്ങെടുക്കുക. ഈ ഡയലോഗ് നിങ്ങളാരും മറന്നു കാണില്ല. അതെ, മലയാളത്തിന്റെ സ്വന്തം നടൻ സുരേഷ് ഗോപി പതിനായിരങ്ങളുടെ മുൻപിൽ വെച്ച് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വാക്കുകളാണിത്. ഒരേ സമയം ആഘോഷമാക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും ചെയ്ത ഈ വാക്കുകൾ തുടർച്ചയായ തോൽവികൾക്കപ്പുറം അദ്ദേഹം സാധിച്ചെടുത്തത് മലയാളികൾ ഒന്നടങ്കം ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുകയും വമ്പൻ ഭൂരിപക്ഷം നേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം പരിശ്രമം കൊണ്ട് തന്നെയാണ്. വിമർശനങ്ങളെ അതിജീവിച്ച് വിജയക്കൊടി പാറിച്ച നടന് ഇന്ന് 66ാം പിറന്നാളാണ്. ഇത്തവണത്തെ പിറന്നാൾ സാധാരണ പോലെയല്ല, അതിമധുരം നിറഞ്ഞതാണ്. ചലച്ചിത്ര താരത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തിയത് തന്നെയാണ് ആ മധുരത്തിന്റെ കാരണം. പൊതുപ്രവർത്തകൻ, രാജ്യസഭാ മുൻ MP തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹം ഇന്ന് 3ാം മോദി സർക്കാരിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ്. തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗവും കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാംഗവുമാണ്. പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരം എന്നതിലുപരി ജനജീവിതം അറിഞ്ഞു പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകനാണെന്നതാണ് സുരേഷ് ഗോപിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നിർധനരായ ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് താങ്ങും തണലായും താരപരിവേഷമില്ലാതെ അവരിൽ ഒരാളായും അദ്ദേഹം നിലകൊണ്ടു. എല്ലാവരെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നായകനെ ഇന്ന് കേരളക്കരയാകെ ചേർത്ത് പിടിച്ച് ജന്മദിനാശംസകൾ നേരുകയാണ്. ഒരു നടനായും ജനസേവകനായും 66ന്റെ നിറവിൽ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് 2 മേഖലകളിലും ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. 1965 KS സേതുരാമൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്കെത്തിയത്. 1986 രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. 86 പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ, സായം സന്ധ്യ എന്നീ സിനിമകളിൽ മമ്മൂട്ടി നായകനായും സുരേഷ് ഗോപി വില്ലനുമായി അഭിനയിച്ചതും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ശേഷം 87 റിലീസായ മോഹൻലാൽ ചിത്രമായ 20ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. 90 കാലഘട്ടം സുരേഷ് ഗോപിയുടെ 2ാം ഫേസ് ആയിരുന്നു. രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 92 പുറത്തിറങ്ങിയ തലസ്ഥാനം എന്ന ചിത്രം വൻ വിജയമായതോടെ സുരേഷ് ഗോപി എന്ന അതുല്യ പ്രതിഭയെ മലയാളികൾ ഹൃദയത്തിലെത്തി. പിന്നീട് ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. 97 ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം 97 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും നേടിക്കൊടുത്തു. ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. ആ വിജയത്തേരോട്ടം ഇന്നും നിലയ്ക്കാതെ 257ാം ചിത്രമായ വരാഹത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആവശ്യത്തിലധികം ഉത്തരവാദിത്തങ്ങൾ ഒരു ചുമലിലുള്ളപ്പോഴും തന്റെ പ്രൊഫഷൻ, കരിയർ ഇവയെ മാറ്റി നിർത്താൻ നടൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ്. ഭൂരിഭാഗവും കേന്ദ്രമന്ത്രിയായതോടെ സിനിമാ ജീവിതം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപടി ചിത്രങ്ങളുമായാണ് അദ്ദേഹം വരും വർഷങ്ങളിൽ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്താൻ പോകുന്നത്. അതെ, അഭിനയവും രാജ്യസേവനവും ഒക്കെയായി അദ്ദേഹം ഓരോ മലയാളി മനസ്സിലും ഉണ്ടായിരിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.